After a 5-day crisis, water supply was restored in a large part of Thiruvananthapuram city on Monday. Some areas, however, are yet to have piped water supply restored and their struggles continue. ഇവിടുന്ന് ഉള്ളിടത്തുനിന്ന് പോയി കുപ്പിയിൽ വെള്ളം നിറച്ചോണ്ടിരിക്കും. വെള്ളം എടുക്കാനുള്ള സാധനം പോലും ഇല്ല നമ്മുടെ കയ്യിൽ. അതിനുള്ള വലിയ ബക്കറ്റ് ചെറിയ കന്നാസിലൊക്കെയാണ് വെള്ളം പിടിച്ചോണ്ട് ബൈക്കിൽ പോയി എടുത്തോണ്ട് വരുന്നത്. ഞാനും ഭാര്യ 2 മക്കളും ബുദ്ധിമുട്ടിലാണ്. ഇന്ന് രാവിലെ കാപ്പി കുടിച്ചില്ല, ബ്രെഡും പഴവും വാങ്ങിച്ചാണ് കഴിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാതായിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. വെള്ളമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വെള്ളം കുടിക്കാൻ വെള്ളമില്ല, കഞ്ഞി വെക്കാനായിട്ടാണെങ്കിൽ തുണി നനയ്ക്കാൻ വെള്ളമില്ല, കുളിക്കാനായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരീക്ഷ കാരണം ഇന്ന് പരീക്ഷയാണെങ്കിലും ഇന്ന് വെള്ളമില്ലാത്തത് കാരണം ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. സ്കൂളിൽ അവധി കൊടുത്തത് കാരണം ഇന്ന് സ്കൂളിൽ ലീവ് ഇട്ടിരിക്കുകയാണ് പിള്ളേർ. എങ്കിലും ഇന്ന് ഞങ്ങൾ കുളിക്കാൻ പാടില്ലാതെ ചില പൈപ്പുകളിൽ മാത്രം കുറേശ്ശെ വീടുകൾ വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നാണ് കുളിക്കുകയൊക്കെ ചെയ്തത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിന്. The Kerala Water Authority had given a notice of water supply disruption due to a realignment of the main supply line to facilitate the railway line doubling in the Karamana area. ഈ തമ്പാനൂർ കന്യാകുമാരി ഈ റെയിൽവേ ഇരട്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ നമുക്ക് ഈ ലൈനിലേക്ക് പോകേണ്ടി വന്നൊരു പ്രശ്നം ഉണ്ടായി വന്നത്. അപ്പോൾ അത് അവരിങ്ങനെ നിരന്തരമായി ആവശ്യപ്പെടുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയം അതും ആവശ്യമാണ്. എന്നാൽ ഈ ടൈമിൽ ചെയ്യണോ വേണ്ടയോ എന്ന ആലോചനയൊക്കെ നേരത്തെ നടന്നിരുന്നു തോന്നുന്നു. എന്നോട് ആലോചിച്ചില്ല, എങ്കിലും ഞാനങ്ങനെ മനസ്സിലാക്കി. പക്ഷേ അതും ആവശ്യമാണെന്ന് കണ്ട് പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു ജോലിയിൽ വന്ന ഒരു ചെറിയ പിഴവാണ് ഇതിനിപ്പോൾ കാരണമായത്. ആ ചോർച്ചയില്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെട്ടേനെ. അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിന്റെ ഗൗരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കാൻ തീരുമാനിക്കുക. In areas closer to where the work happened in Karamana, more than 50 families are still depending on other areas to get water for their daily routines. The residents' problems escalated when the work got delayed and the disruption continued for 5 days. The delay was caused after workers found a leak in the valve and had to repair it before pumping could be resumed. വെള്ളം 5 ദിവസം വെള്ളമില്ലാത്തപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ പാർട്ടിക്കാരോ കൗൺസിലർമാരോ ആരും വന്ന് ഇവിടെ അന്വേഷിക്കുകയൊന്നുമില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിന് വേണ്ടി. ഈ ഏരിയയിൽ ഒരു 10-50 വീട്ടുകാരുണ്ട്. ആർക്കും വെള്ളമില്ലായിരുന്നു. നമ്മളിവിടെ അറന്നൂരാണ് താമസിക്കുന്നത്. ഇത് പണി ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ. ഇന്നലെ വെള്ളം വരുമെന്ന് പറഞ്ഞാൽ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. വീട്ടില് വരുന്നൂല വന്നിട്ടേ ഇല്ല വെള്ളം, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ എന്റെ മോളെ ഞാൻ വിളിച്ചപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നതാണ്. എന്റെ മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ വന്നിട്ടില്ല എന്നാണ് പറയണത്. While pumping began at 10 p.m. on Sunday, KWA says it would take at least 48 hours for the tanks to fill up and supply to fully resume. The district collector declared a holiday on Monday for all educational institutions, including schools as well as professional colleges, due to the ongoing issue of disruption of water supply in the city.